നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു സീനറി പെയിന്റിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ഫീലുള്ള ഒരു സീനറി പെയിന്റിംഗ് ആണല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ള കറക്റ്റ് മെത്തേഡ് ആൻഡ് ടെക്നിക്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു പെയിന്റിംഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പെയിന്റിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് പോർട്രേറ്റ് മോഡിൽ വെച്ചിട്ട് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. ഇതിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഔട്ട്ലൈനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. കളറിംഗ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ടുള്ളത്. ആദ്യം നമ്മുടെ ഫോർഗ്രൗണ്ടിൽ കാണുന്ന ഒരു ഗ്രൗണ്ടിന്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് കുറച്ച് മൗണ്ടൻസ് ആണ്, നല്ല ദൂരത്തുള്ള മൗണ്ടൻസ് ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു പെയിന്റിങ്ങിന്റെ ഔട്ട്ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര കുറച്ച് മൗണ്ടൻസ് മാത്രമാണ് ഇവിടെ ഔട്ട്ലൈനിൽ വരുന്നത്. ഇനി നമുക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളറിംഗ് ആണ്. അപ്പോൾ കളറിങ്ങിന് ആദ്യം നമ്മൾ സ്കൈ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന കളർ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ്. സ്കൈ ബ്ലൂ എന്നൊക്കെ പറയാം. സ്കൈ ബ്ലൂ ആയിട്ടുള്ള ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളർ എടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് ആ ഒരു കളർ ഇതേപോലെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ സ്കൈയിൽ മുകൾ ഭാഗത്ത് ബ്ലൂ കളറും താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് യെല്ലോ കളറും ആണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷനാണ്, യെല്ലോയും ബ്ലൂ കളറും ഉള്ള ഒരു കളർ കോമ്പിനേഷനാണ് സ്കൈയിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മുകൾ ഭാഗത്ത് എത്രയാണ് നമുക്ക് ഡാർക്കായിട്ട് ബ്ലൂ കളർ വേണ്ടത് അത്രയും ഭാഗം വളരെ വൈറ്റ് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ വളരെ തിക്കായിട്ട് ചെയ്തിട്ടും ആ കളർ മിക്സ് ചെയ്തെടുക്കേണ്ട ഒരു ഭാഗം താഴ്ഭാഗത്തായിട്ട് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബ്ലൂ കളർ ഇതേപോലെ ചെയ്തിടുകയാണ്. അപ്പോൾ അടുത്ത കളർ നമുക്ക് അവിടെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബ്ലൂ കളറിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കളർ ചെയ്തിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ആദ്യം ഡയറക്റ്റ് ആയിട്ട് യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞാൽ യെല്ലോയും ബ്ലൂ കളറും കൂടി മിസ്സായിട്ട് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ഒരു ഭാഗത്തായിട്ട് വൈറ്റ് ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വൈറ്റിൻ്റെ താഴ്ഭാഗത്തോട്ട് നമ്മൾ യെല്ലോ ചെയ്യുന്ന സമയത്ത് രണ്ട് കളറും കൂടി മിസ്സാവാതെ കറക്റ്റ് ആയിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ വൈറ്റ് ഓയിൽ പേസ്റ്റ് അവിടെ കൊടുക്കുന്ന സമയത്ത് ഒരു ക്ലൗഡ്സിൻ്റെ ഫീലും കൂടി അവിടെ വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് യെല്ലോ കളർ എടുക്കാം. യെല്ലോ കളർ എടുത്തിട്ട് താഴ്ഭാഗത്ത് യെല്ലോ കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ പേസ്റ്റസ് എടുക്കുന്ന സമയത്ത് ഓയിൽ പേസ്റ്റസ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കളറെല്ലാം ഓയിൽ പേസ്റ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഓയിൽ പേസ്റ്റിൽ എടുത്തിട്ട് കളർ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ എൻഡ് ഭാഗം ഒരു ടിഷ്യൂ പേപ്പറോ ക്ലോത്തോ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള കളർ നമുക്ക് പേപ്പറിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, സ്കൈൻ്റെ ബാക്കി പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഞാൻ യെല്ലോ കളർ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോയും വൈറ്റും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കളർ നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് വൈറ്റ് ഓയിൽ പേസ്റ്റ് ഇതേപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ പെട്ടെന്ന് ബ്ലെൻഡ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് ഓൾറെഡി നമ്മൾ വൈറ്റ് ഓയിൽ പേസ്റ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ യെല്ലോ വെച്ചിട്ട് വീണ്ടും താഴത്ത് വെച്ച കളർ ഏതാണോ ആ സെയിം കളർ അവിടെ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആ കളേഴ്സ് ബ്ലെൻഡ് ആവുന്നുണ്ടായിരിക്കും കേട്ടോ. സ്കൈൻ്റെ താഴ്ഭാഗത്തായിട്ടും ഇതേപോലെ വൈറ്റ് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ട് വൈറ്റിലോട്ട് യെല്ലോ കളർ ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വൈറ്റിലോട്ട് ബ്ലെൻഡ് ചെയ്തിടാനായിട്ടും സാധിക്കും. അടുത്ത കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ അവിടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ. ഞാൻ കുറച്ചും കൂടി അവിടെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൈറ്റായി പോയതുപോലെ തോന്നി, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈറ്റ് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൈൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി എവിടെയെങ്കിലും ഷെയ്ഡ്സ് ബ്ലെൻഡ് ആവാനുണ്ടെങ്കിൽ അതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ നമ്മൾക്ക്.
പിന്നീട് ഒരു ഓറഞ്ച് കളർ ഓയിൽ പേസ്റ്റ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് ക്ലൗഡ്സും കൂടി ഞാൻ സ്കൈയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലൗഡ്സിൻ്റെ ഫീലിംഗ് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി 3D ആയിട്ടുള്ള ഒരു ക്ലൗഡ്സിൻ്റെ ഫീൽ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു ഈവനിങ് ടൈമിലുള്ള ക്ലൗഡ്സ് ഒക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ഉണ്ടാവുക, സണ്ണിൻ്റെ ലൈറ്റ് അടിച്ചിട്ട് അതേപോലെ കളറുള്ള ക്ലൗഡ്സ് ഒക്കെ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ക്ലൗഡ്സ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് പൊസിഷനിൽ ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലൗഡ്സ് എല്ലാം ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല, വളരെ മിനിമൽ ആയിട്ട് കുറച്ച് ക്ലൗഡ്സ് ഇതേപോലെ സ്കൈയിൽ വരച്ചു കൊടുക്കാൻ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ സ്കൈ ബ്ലൂവിൻ്റെ മുകളിലായിട്ട്, ആ ലൈറ്റ് ബ്ലൂവിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ അവിടെയും കുറച്ച് ക്ലൗഡ്സിൻ്റെ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള പൊസിഷനിൽ നിങ്ങൾക്ക് സ്കൈയിൽ ഇതേപോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ക്ലൗഡ്സ് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നല്ല ഫ്രീഡം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഒരു ക്ലൗഡ്സിൻ്റെ ഷേപ്പ് അവിടെ കറക്റ്റായിട്ട് ഫോം ചെയ്യണം, ഒരു ക്ലൗഡ്സിൻ്റെ ഷേപ്പ് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു വൈറ്റ് ഓയിൽ പേസ്റ്റ്സ് എടുത്തിട്ട് ക്ലൗഡ്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, ക്ലൗഡ്സിലോട്ട് ലൈറ്റ് അടിക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. വളരെ മിനിമലായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് ഞാൻ പറയുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, താഴ്ഭാഗത്തായിട്ട് കുറച്ച് വൈറ്റ് ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ക്ലൗഡ്സിനൊരു 3 ഡയമെൻഷണൽ ഫീൽ വരും. താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഇതേപോലെ ലൈറ്റ് അടിക്കുന്ന ഒരു ഫീല് വരുന്നുണ്ടായിരിക്കും. അത് കുറച്ചും കൂടി ഭംഗിയാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൗഡ്സിൻ്റെ വർക്കും നമ്മുടെ സ്കൈൻ്റെ വർക്കും ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്കൈ നമുക്ക് ഫൈനലി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്ഷമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ദൂരത്തുള്ള മൗണ്ടൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ദൂരത്തുള്ളൊരു മൗണ്ടൻ ആണ്. ആദ്യം നമുക്ക് മൗണ്ടൻ്റെ ഔട്ട്ലൈൻ എല്ലാം ഇതേപോലെ ഒന്ന് വരച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. കളർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്, പുറത്തോട്ടൊന്നും പോകാതെ നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പൊതുവെ ഇതേപോലെ ഓയിൽ പേസ്റ്റ്സ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നത് അടിപൊളിയായിരിക്കും, നല്ലതായിരിക്കും കേട്ടോ. ഏറ്റവും ദൂരത്തുള്ള ഒരു ചെറിയ മൗണ്ടിന് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറാണ് ഞാനിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് ഏറ്റവും ദൂരത്താണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളർ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ അടുത്തോട്ട് വരുന്തോറും അത് മെല്ലെ മെല്ലെ നമുക്ക് ഡാർക്ക് ആക്കിയിട്ട് കൊണ്ടുവരാം. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള മൗണ്ടൻ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ എടുത്തിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്കി 2 മൗണ്ടനും സെയിം കളറും ഞാൻ ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ദൂരത്തുള്ള മൗണ്ടൻ ആണ് എന്ന് നമുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ കളർ ഇതേപോലെ നമ്മൾ യൂസ് ചെയ്തിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ നല്ല തിക്കായിട്ട് ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴത്തുനിന്ന് മൗണ്ടിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു ഫോഗിൻ്റെ എഫക്റ്റും കൂടി ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ മുകൾ ഭാഗത്ത് മാത്രം ഇതേപോലെ ഡാർക്കായിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി താഴ്ഭാഗത്ത് എങ്ങനെയാണ് ഫോഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ താഴ്ഭാഗത്ത് നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തു. അവിടെ നല്ല ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് ലൈറ്റ് കളറും മുകൾ ഭാഗത്ത് നല്ല ഡാർക്ക് കളറും വരുന്ന സമയത്ത് മൗണ്ടിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മുകളിലോട്ട് ഒരു ഫോഗ് എഫക്റ്റ് വരുന്നത് പോലെ ഒരു എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നീട് ഈ ലൈറ്റ് ബ്ലൂവിൻ്റെ താഴ്ഭാഗത്തായിട്ട് വൈറ്റ് ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഫോഗ് എഫക്റ്റ്, മൗണ്ടിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ഫോഗ് വരുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഈസി ആയിട്ട് അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. അടിപൊളി ടെക്നിക്കാണ്, നല്ല റിസൾട്ടാണ്. എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, ആ മൗണ്ടൻ ഒരു 3 ഡയമെൻഷൻ ഫീൽ, ഒരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. മൗണ്ടിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഫോഗ് എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ഗ്രൗണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഒരു മെത്തേഡ് അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ. ഒരുപാട് ടെക്സ്ചർ വിസിബിൾ ആവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ.
ഇനി അതിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു മൗണ്ടന് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്ത മൗണ്ടനിൽ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മൗണ്ടനും ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഫ്ലാറ്റ് ആയിട്ട് ബ്ലൂ കളർ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നീട് ഒരു വൈറ്റ് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ട് താഴ്ഭാഗത്ത് ആ ഒരു ഫോഗ് എഫക്റ്റ് നമ്മൾ ആദ്യത്തെ മൗണ്ടനിൽ ക്രിയേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് തൊട്ട് മുന്നിലുള്ള ആ ഒരു ഗ്രൗണ്ടിൻ്റെ പോർഷൻ ചെയ്യാം. ആ ഗ്രൗണ്ടിൻ്റെ ഔട്ട്ലൈൻ ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം യൂസ് ചെയ്യുന്നത് സാബ് ഗ്രീൻ എന്നൊരു കളറാണ് കേട്ടോ. അപ്പോൾ സാബ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ആ ഒരു ഗ്രൗണ്ടിൻ്റെ പോർഷൻ ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. സാബ് ഗ്രീൻ എന്ന ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു മൗണ്ടൻ കുറച്ചും കൂടി നമ്മുടെ അടുത്ത് നിൽക്കുന്ന മൗണ്ടൻ ആയതുകൊണ്ടാണ് ആ ഒരു മൗണ്ടന് ഗ്രീനിഷ് ആയിട്ടുള്ള ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മൗണ്ടനൊക്കെ ചെയ്യുന്ന സമയത്ത് ദൂരോട്ട് പോകുന്തോറും ഒന്നില്ലെങ്കിൽ ബ്ലൂ കളർ അല്ലെങ്കിൽ വയലറ്റ് കളറൊക്കെ ആയിരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മുടെ അടുത്തോട്ട് വരുന്തോറും പച്ചപ്പ് കൂടിക്കൂടി വരുന്നുണ്ടായിരിക്കും. സോ കുറച്ചും കൂടി നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു മൗണ്ടൻ ആയതുകൊണ്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നാൽ അത് കുറച്ചും കൂടി ദൂരത്ത് നിൽക്കുന്നത് എന്നുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡാർക്ക് ആയിട്ടുള്ള സാബ് ഗ്രീൻ നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ വൈറ്റ് ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബഡ്സോ കോട്ടനോ ക്ലോത്തോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഷെയ്ഡ്സ് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ. ഞാനൊരു ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ആ കളറൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഗ്യാപ്സ് ഒക്കെ ഇതേപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫ്ലാറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ദൂരത്തുള്ളൊരു മൗണ്ടൻസ് ആയതുകൊണ്ട് ആ മൗണ്ടൻസിൽ ജസ്റ്റ് കളറിൻ്റെ വേരിയേഷൻ മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അധികം ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഒരു കളർ വേരിയേഷനിൽ നമ്മളവിടെ കളർ ഫില്ല് ചെയ്ത് നിർത്തുകയാണ് ഇങ്ങനെയുള്ള മൗണ്ടൻസിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. ആ ഒരു മൗണ്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വെളിച്ചം അടിക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കളർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രേഡിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഫോർഗ്രൗണ്ട് ആണ് ചെയ്യാനുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടും മിഡിൽ ഗ്രൗണ്ടും എല്ലാം കഴിഞ്ഞു. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് സ്കൈ ആണ്, മിഡിൽ ഗ്രൗണ്ടിൽ വരുന്നത് ആ മൗണ്ടൻസ് ആണ്, ഫോർഗ്രൗണ്ടിൽ വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഫോർഗ്രൗണ്ടിനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. ഏറ്റവും നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഫോർഗ്രൗണ്ട് ആണ് കേട്ടോ. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഫോർഗ്രൗണ്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഡാർക്ക് ആയിട്ടല്ല, ആദ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ഒരു ലൈറ്റ് പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതേപോലെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സൈഡിലും ഗ്രീനിഷ് ആയിട്ടുള്ള കുറേ ചെടികൾ നിൽക്കുന്നുണ്ട്. സെൻട്രലായിട്ട് ഒരു പൂന്തോട്ടം പോലെ നല്ലൊരു കളർ ട്രീ നിൽക്കുന്നുണ്ട്. കളറായിട്ടുള്ള ചെടികൾ ബുഷുകളൊക്കെ നിറയെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈറ്റ് ഗ്രീൻ ചെയ്തു. സെൻട്രലായിട്ട് ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ എടുത്തിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഈ ഒരു സൈഡിൽ കുറച്ച് വീതി കൂടുതൽ, അത് ദൂരോട്ട് പോകും തോറും കുറച്ച് തിന്നായിട്ട് വരുന്നത് പോലെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇടയിൽ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു പിങ്ക് കഴിഞ്ഞാൽ കുറച്ച് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ഗ്രീനിഷ് ആയിട്ടുള്ള കുറച്ച് ചെടികൾ, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു സൈഡിൽ വീണ്ടും കുറച്ച് പിങ്കിഷ് ആയിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ, കുറച്ച് കളർ ചെടികൾ നിൽക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് പൂക്കളൊക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് നമ്മളവിടെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇനി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഇതേപോലെ കുറച്ച് ചെടികൾ, ലീഫിൻ്റെ പോർഷൻ ഇതേപോലെ മുകളിലോട്ട് വരച്ചു കൊടുക്കാം. കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് ആ ഒരു പോർഷനിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് കുറച്ചും കൂടി എടുത്ത് വിസിബിൾ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിൽ കുറച്ചും കൂടി നമ്മൾ ഡാർക്കായിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ സെൻട്രൽ ഭാഗത്തായിട്ടും ഈ ഒരു പോർഷനിൽ നമുക്ക് ഇതേപോലെ ലൈറ്റ് ഗ്രീൻ ആദ്യം കളർ ഫുള്ളായിട്ട് ഫ്ലാറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഏറ്റവും താഴ്ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം കുറച്ച് യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് ആദ്യം കുറച്ച് യെല്ലോ കളർ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മുകളിൽ ആദ്യം കുറച്ച് യെല്ലോ കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ചൊരു യെല്ലോ ഷെയ്ഡ് കൊണ്ടുവരാം. ചെറിയ കളർ വേരിയേഷൻസ് നിറയെ ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് കാണാൻ ഭയങ്കര കളർഫുള്ളായിരിക്കും. അപ്പോൾ നിറയെ കളർ വേരിയേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ, നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ഗ്രൗണ്ട് മാറുന്നുണ്ട്. ഒരുപാട് കളർ വേരിയേഷൻസ്, ചെറിയ ചെറിയ വേരിയേഷൻസ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇതേപോലെ കൊണ്ടുവരുന്ന സമയത്ത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ആ ഫ്ലാറ്റ് ആയിട്ട് ചെയ്തത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ആ ഒരു ഔട്ട്ലൈൻ്റെ പോർഷനിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബുഷായിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റി കൊടുക്കാം കേട്ടോ. താഴത്ത് നിന്ന് മുകളിലോട്ട് ഇതേപോലെ ചെറിയ ചെറിയൊരു പുല്ലിൻ്റെ ഷേപ്പ് വരച്ചിട്ട്, ബുഷിൻ്റെ ഷേപ്പ് വരച്ചിട്ട് അത് ഗ്രൗണ്ടിൻ്റെ ഷേപ്പിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാണ്. നമ്മളിവിടെ ഫോർഗ്രൗണ്ട് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുന്നോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു പെയിൻറ്റിങ് കിട്ടുന്നുണ്ടായിരിക്കും. കാരണം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് ആണ്, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോർഷനാണ്. സോ അത് നമുക്കിതുപോലെ നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്ഷമയോടെ നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം കളർ ചെയ്തപ്പോൾ ഗ്രീനിഷ് വെച്ച് കളർ ചെയ്തപ്പോൾ നീളത്തിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് അല്ലേ കണ്ടേ. അപ്പോൾ ലൈൻസിൻ്റെ എൻഡിലെല്ലാം നമ്മൾ ഇതേപോലെ ബുഷ് വരച്ചു കൊടുത്തു. ആദ്യം ലൈറ്റ് ഗ്രീനും കൊണ്ട് വരച്ചു, പിന്നീട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ എടുത്തിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാർക്ക് ഗ്രീനും കൂടി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗ്രൗണ്ടിന് ഒരു 3D എഫക്റ്റ് വരുന്നുണ്ടായിരിക്കുക. എപ്പോഴും എല്ലാ ഒബ്ജക്റ്റിലും, അത് ലാൻഡ്സ്കേപ്പ് ആയാലും പോർട്രേറ്റ് ആയാലും എന്തായാലും, ഇപ്പോൾ ഫേസ് വരയ്ക്കുകയായാലും എന്തായാലും, ഒരു ട്രീ വരയ്ക്കുകയാണെങ്കിലും എല്ലാത്തിനും ഒരു 3 ഷെയ്ഡെങ്കിലും മിനിമം വരണം. ഓക്കെ, ലൈറ്റ് ടൂൺ ഉണ്ടായിരിക്കും, മിഡിൽ ടൂൺ ഉണ്ടായിരിക്കും, ഡാർക്ക് ടൂൺ ഉണ്ടായിരിക്കും. ഇവിടെ ലൈറ്റ് ടൂണിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ യൂസ് ചെയ്തിട്ടുണ്ട്, മിഡിൽ ടൂണിന് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല ഡാർക്ക് ടൂണിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡാർക്ക് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓർഡർ നമ്മൾ എപ്പോഴും ഓർമ്മ വെക്കണം കേട്ടോ. കറക്റ്റ് ഈ ഒരു ഓർഡറിൽ തന്നെ വേണം ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യും, നമ്മുടെ ഡ്രോയിങ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെയിൻറ്റിങ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലെല്ലാം ആ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസിൻ്റെ ഷേപ്പ് എല്ലാം മാറ്റിയിട്ട് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഷേപ്സ് വരച്ചിട്ട്, കുഞ്ഞു കുഞ്ഞു ലൈൻസ് എല്ലാം വരച്ചിട്ട് ഇതേപോലെ ഒരു ബുഷിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ആക്കുന്ന സമയത്ത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ ഷേപ്പിലോട്ട് അത് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നോക്കിയ ഒരു പുൽമേടിൻ്റെ ഷേപ്പിലോട്ട് അത് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോറസ്റ്റിലൊക്കെ പുല്ല് വളർന്ന് നിൽക്കുമ്പോൾ എങ്ങനെയുണ്ടാവുക, ഒരേ ഷേപ്പിൽ ഉണ്ടാവില്ല, എല്ലാ ഡയറക്ഷനിലോട്ടും ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ക്രിസ് ക്രോസ് ആയിട്ടും ഓവർലാപ്പ് ചെയ്തിട്ടും എല്ലാ ഡയറക്ഷനിലും ചെറുതും വലുതുമായിട്ട് പുല്ലുണ്ടായിരിക്കും. അതെല്ലാം നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണം കേട്ടോ. ഇനി ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ടും ഇതേപോലെ കുറച്ച് ഗ്രാസ് നമുക്ക് ഇടയിലൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി 3 ഡയമെൻഷണൽ ഫീൽ നമ്മുടെ ഫ്ലോറിന് വരുന്നുണ്ടായിരിക്കും കേട്ടോ, ഒരു ഗ്രൗണ്ടിന് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഒരു ഷാഡോ എഫക്റ്റ് ഒക്കെ ക്രിയേറ്റ് ആവാനായിട്ട് ഇതേപോലെ ഡാർക്ക് കളർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഗ്രാസിൻ്റെ ഷേപ്പിൽ തന്നെ, ഒരു പുല്ലിൻ്റെ ഷേപ്പിൽ തന്നെ താഴെ നിന്ന് മുകളിലോട്ട് വേണം ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ആ ലൈറ്റ് പിങ്ക് ചെയ്തില്ലേ അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ കുറച്ച് പൂക്കളൊക്കെ നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യം ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേ ഡോട്ട് ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഡോട്ട് ഇടുന്ന സമയത്ത് കുറേ പൂക്കൾ ഗ്രൗണ്ടിൽ വളർന്നിങ്ങനെ വിടർന്ന് നിൽക്കുന്നത് പോലെ ഒരു എഫക്റ്റ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ നിറയെ അടുപ്പിച്ച് നല്ല തിക്കായിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയിൽ കുറച്ച് ലൈൻസും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേപോലെ ഇടുന്ന സമയത്ത് നോക്കി ആ ഗ്രൗണ്ടിൽ ഒരു പൂന്തോട്ടത്തിൻ്റെ എഫക്റ്റൊക്കെ ഇങ്ങനെ ഫോറസ്റ്റിലൊക്കെ നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന വിടർന്ന് നിൽക്കുന്ന പൂച്ചെടിൻ്റെ ഒരു ഷേപ്പിലോട്ട് നമ്മുടെ ഗ്രൗണ്ട് മാറുന്നുണ്ടായിരിക്കും കേട്ടോ. താഴ്ഭാഗത്തും ഞാൻ ഇതേപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രീനിഷ് ആയിട്ട് പുല്ലുകളുടെ ഇടയിൽ ഒരു പൂന്തോട്ടം, കുറച്ച് പൂക്കളുള്ള കളറായിട്ടുള്ള ചെടികൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റ് അവിടെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യം കുറേ ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ലൈൻസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു വൈറ്റ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വൈറ്റ് ഡോട്ട്സ് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റും കൂടി വരുന്ന സമയത്ത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ പെയിൻറ്റിങ് കാണാനായിട്ട് കേട്ടോ. ഇപ്പോൾ 2 സൈഡിലും മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഡോട്ടും കൂടി ഇടുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പെയിൻറ്റിങ് കാണാനായിട്ട്. കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് കളർഫുൾ ആയിട്ടുണ്ട്. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വേണ്ട, കുറച്ച് വളരെ മിനിമലായിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ബാക്കിലായിട്ട് കുറച്ച് ട്രീസും കൂടി വരച്ചു കൊടുക്കാം കേട്ടോ. ഫോറസ്റ്റിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ട്രീ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ആദ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ ഇതേപോലെ 2 സൈഡിലോട്ടും ഒരു ഡോട്ടർ ലൈനായിട്ട് ചെറിയ ചെറിയ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, താഴോട്ട് വരുന്ന സമയത്ത് കുറച്ച് വീതി കൂടിയിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് ഒരു ട്രീ വരയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ട്രീ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫോറസ്റ്റിലൊക്കെ നിൽക്കുന്നത് പോലത്തെ ഒരു ട്രീ ഇല്ലേ, ആ ഒരു ഷേപ്പിൽ ഇങ്ങനത്തെ ട്രീ ആണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ നല്ല ഡാർക്ക് ആയിട്ടുള്ള സാബ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ട്രീ വരയ്ക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ആദ്യം ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ലൈൻ വരയ്ക്കുന്ന സമയത്ത് എല്ലാ ട്രീയും ഒരേ അളവിൽ വരയ്ക്കരുത്, ഡിഫറെൻറ്റ് അളവിലും സൈസിലെല്ലാം വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, പിന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ 2 സൈഡിലും കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേപോലെ ഡോട്ടർ ലൈനാണ് 2 സൈഡിലും വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഷേപ്പിലുള്ള ട്രീ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രീ നമ്മളിവിടെ കുറച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാം ഒരേ അളവിൽ തന്നെ വരച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോം ഷേപ്പിൽ എല്ലാ ട്രീയും ഒരേ ഷേപ്പിൽ ഒരേ അളവിൽ ഒരേ ഹൈറ്റിൽ വരച്ച് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. എല്ലാം ഒരേ ഷേപ്പിൽ നിൽക്കുന്നത് പോലെ തോന്നും. ഒരു ചരിഞ്ഞിട്ടുള്ള മൗണ്ടൻ അല്ലേ, അപ്പോൾ മൗണ്ടനിൽ എല്ലാ ട്രീയും ഒരേപോലെ വളർന്ന് നിൽക്കില്ലല്ലോ. അപ്പോൾ ഒരു യൂണിഫോം ഷേപ്പ് അവിടെ ഫോം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള അളവിലും ഹൈറ്റിലൊക്കെ വരച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക് ഫീൽ കൊണ്ടുവരാനായിട്ട് അത് സാധിക്കും കേട്ടോ, നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഗ്രൗണ്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു വലിയ ട്രീ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ട്രീ വേണമെങ്കിലും ഇതേപോലെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ട്രീ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ ചെയ്തിട്ടുള്ള ആ ഒരു എഫക്റ്റ് ഒന്നും കാണാൻ സാധിക്കില്ല, മൗണ്ടൻസ് ഒന്നും കാണാൻ സാധിക്കില്ല. സോ അത് വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ വേണം ട്രീ വരച്ചു കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഫ്രണ്ടിൽ ഫുള്ള് ട്രീ വരച്ചു കഴിഞ്ഞാൽ ബാക്കിലെ മൗണ്ടൻസ് ഒന്നും കാണില്ല. ഈ ട്രീൻ്റെ ഉള്ളിലൂടെ ബാക്കിലെ മൗണ്ടൻസ് ഓവർലാപ്പ് ചെയ്ത് കാണുന്ന രീതിയിൽ വേണം അവിടെ നമ്മൾ ട്രീ വരച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മൗണ്ടൻസിനെ ഓവർലാപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ട്രീ വരച്ചിട്ടുള്ളത് കേട്ടോ, ട്രീ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ള ഇതേപോലെ കുറേ ട്രീസ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ട്രീ നല്ല രീതിയിൽ ഫ്ലാറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതിന് കുറച്ചും കൂടി ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു സൈഡിൽ ഇതേപോലെ ബ്ലാക്ക് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ടും കൂടി ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഡോട്ടർ ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പാടില്ല, വളരെ മിനിമലായിട്ട് കുറച്ച് പോർഷൻ മാത്രം ഡോട്ടർ ലൈനായിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ലൈൻസ് ഇട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ള കളറിനെ അപേക്ഷിച്ച് ബ്ലാക്ക് കളർ കുറച്ചും കൂടി നല്ല രീതിയിൽ സ്മൂത്ത് ആണ്, പെട്ടെന്ന് തന്നെ സ്പ്രെഡായി പോകുന്നുണ്ടായിരിക്കും. വേറെ കളേഴ്സ് എല്ലാം സ്പ്രെഡായി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബ്ലാക്ക് കളർ സ്പ്രെഡായി പോയി കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവറായി പോവാതെ വളരെ മിനിമലായിട്ട് ബ്ലാക്ക് കളറെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് ഡാർക്കായിട്ട് ചെയ്യുന്നില്ല, വിട്ട് വളരെ ലൈറ്റായിട്ട് തിന്നായിട്ട് ഇതേപോലെ ഡോട്ടർ ലൈൻസ് ഇട്ട് കൊടുക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വൺ സൈഡിൽ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ട്രീക്ക് കുറച്ചും കൂടി ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ.
ഇനി ബ്ലാക്ക് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാബ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ആദ്യം യൂസ് ചെയ്ത സെയിം ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഒരുപാട് എടുത്ത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ ആയിട്ട് ബ്ലാക്ക് ഒന്ന് ബ്ലെൻഡ് ആയി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വൺ സൈഡിൽ നല്ല ബ്ലാക്ക് ആയിട്ട് അങ്ങനെ നിർത്താം, വൺ സൈഡിൽ ഇതേപോലെ ഗ്രീൻ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് അവിടെ വരുന്നുണ്ടായിരിക്കും കേട്ടോ. വൺ സൈഡ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ബ്ലാക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം കണ്ടാൽ മതി. അപ്പോൾ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ അല്ലേ നമുക്ക് അവിടെ വേണ്ടത്. അപ്പോൾ ഗ്രീനോട് കുറച്ചും കൂടി ബ്ലെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഒരു ലൈറ്റ് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വൺ സൈഡിൽ ഇതേപോലെ എന്ത് ചെയ്യാം, ഒരു ഗ്രീനിൻ്റെ കളർ കുറച്ചും കൂടി ലൈറ്റർ ആക്കി കൊടുക്കാം. അപ്പോൾ അവിടേക്ക് കുറച്ചും കൂടി ലൈറ്റിങ്ങിൻ്റെ ഫീല് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ യെല്ലോ കളറോ വൈറ്റ് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ടും സെയിം എഫക്റ്റ് നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങളിനി ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അതിൻ്റെ മുകളിൽ വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വൈറ്റ് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിന് ഹൈലൈറ്റ് എന്നാണ് പറയുക, ഡയറക്റ്റ് ആയിട്ട് ലൈറ്റിംഗ് അടിക്കുന്ന ഒരു എഫക്റ്റ് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് അടിപൊളി ടെക്നിക്ക് പറഞ്ഞുതരാം. ഇതേപോലെ ഒരു ടൂപ്പിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നല്ല ലൈറ്റ് കളറുള്ള വളരെ തിന്നായിട്ടുള്ള ഗ്രാസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ എവിടെയെങ്കിലും നല്ല ലൈറ്റ് കളറുള്ള ഗ്രാസ് ആവശ്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെളിച്ചടിക്കുന്ന സമയത്തും ചില പുല്ലൊക്കെ നല്ല വൈറ്റ് കളർ ആയിരിക്കുമല്ലോ, ബ്രൈറ്റ് ആയിരിക്കുമല്ലേ, അങ്ങനെയുള്ള പുല്ലൊക്കെ ഷേപ്പൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ടൂപ്പിക്ക് യൂസ് ചെയ്തിട്ടും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിനെ ഹൈലൈറ്റിംഗ് എന്നാണ് പറയുക. ഇതേപോലെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ലൈൻസുകൾ ഇവിടെ വരച്ചു കൊടുക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ളവിടെയൊക്കെ ഇതേപോലെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ടൂപ്പിക്കിൻ്റെ ബാക്ക് ഭാഗം യൂസ് ചെയ്താണെങ്കിൽ നമുക്ക് കുറച്ച് വീതിയുള്ള ഗ്രാസസ് വരയ്ക്കാനായിട്ട് സാധിക്കും. ആ ഷാർപ്പായിട്ടുള്ള ഭാഗം യൂസ് ചെയ്തിട്ട് വളരെ തിന്നായിട്ടുള്ള ഗ്രാസസ് നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാൻ എല്ലാവിടെയും വളരെ മിനിമലായിട്ട് കുറച്ച് ഇതേപോലത്തെ ആ വൈറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ലൈൻസ് ഇടുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു ഓയിൽ പേസ്റ്റിൻ്റെ പോർഷൻ ഇങ്ങനെ റിമൂവ് ആയി പോയിട്ട് ഒരു വൈറ്റ് ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ആകുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വൈറ്റ് ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് ഫ്ലേവേഴ്സും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ കുറച്ച് വൈറ്റ് ഫ്ലേവേഴ്സും കൂടി ഗ്രൗണ്ടിൽ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഒരു ഭംഗി വരുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ആ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് പിങ്കിഷ് ആയിട്ടുള്ള ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെയും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ട്രീസ് ഉള്ളതുപോലെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സും ചെടികളൊക്കെ നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി എവിടെയെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലും ഇടഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു ഭംഗി വരുന്ന രീതിയിൽ, ഒരു ഭംഗി തോന്നിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് ലൈൻസും ഗ്രാസസും ഞാൻ ഇതേപോലെ കളർ ഗ്രാസസും ഇതേപോലെ പിങ്ക് യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്ലെയിൻ ആയിട്ട് തോന്നിയത് കൂടി ഞാൻ അവിടെ കുറച്ചും കൂടി ലൈൻസും കൂടി വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തോട്ട് ഗ്രീനിഷിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ഇറങ്ങി നിൽക്കുന്നത് പോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ വളർന്നു വരുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മുകളിലോട്ടും താഴോട്ടും കുറച്ച് ഇറക്കിയും കയറ്റിയിട്ടൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു 3 ഡയമെൻഷണൽ ഫീല് അവിടെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് എക്സ്ട്രാ ബുഷുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു ചെറിയൊരു ബുഷിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. വൈറ്റ് ഓയിൽ പേസ്റ്റ് അല്ലെങ്കിൽ യെല്ലോ കളർ ഓയിൽ പേസ്റ്റസ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ.
ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. പക്ഷേ മുകൾ ഭാഗത്തായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്ത അത്രയും നല്ല റിസൾട്ട് കിട്ടില്ല. കുറച്ചും കൂടി ബ്ലർ ആയിരിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. എന്നാലും അവിടെ ഗ്രാസും ബുഷൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ടെക്നിക്സും മെത്തേഡും എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് എഴുതി എടുക്കുക കേട്ടോ. അപ്പോൾ ഒരുവിധം റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് സീനറി പെയിൻറ്റിംഗ് ആണ് നമ്മളിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഒരു റിയലിസ്റ്റിക് ഫീലിലോട്ട് വരുന്നത് പോലെ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് റിസൾട്ട് കിട്ടുള്ളൂ. സോ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾ നല്ല രീതിയിൽ ടെക്നിക്സും മെത്തേഡെല്ലാം നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പെയിൻറ്റിങ്സും ഡ്രോയിങ്സും എല്ലാം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.